എല്ലാവർക്കും ടോക്ക് ബൈ അഖിൽ ദേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്ന കാര്യമാണ് നമ്മൾ ഫോഴ്സ് അർബാനിയയുടെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ അതിൻ്റെ പ്രൈസ്, മൈലേജ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് എത്രയാണ്, സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ ഫോഴ്സ് അർബാനിയെ പറ്റിയുള്ള വീഡിയോ ആണ്. ഫോഴ്സ് അർബാനിയയുടെ ഓൺ റോഡ് പ്രൈസും മൈലേജും എത്രത്തോളം ഫിനാൻസ് കിട്ടുന്നുണ്ട് എല്ലാത്തിനെയും പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ്. വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതിനു മുമ്പേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തീർച്ചയായും ചാനലും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ കൂടുതൽ ലാഗ് അടുപ്പിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഫോഴ്സ് അർബാനിയെ പറ്റിയ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, അതിൻ്റെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ എല്ലാം കൂടെ ചേർത്ത് ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ ഒരു 2 വീഡിയോ, എനിക്ക് തോന്നുന്നു 2-3 വീഡിയോ എന്തോ ഉണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ നമ്മുടെ ഇതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽഡ് വീഡിയോ കാണണമെങ്കിൽ ആ ലിങ്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്, ഞാനിതിൻ്റെ പ്രൈസും കാര്യങ്ങളും മാത്രമേ പറയുന്നു. ഞാൻ ഈ ഡീറ്റെയിൽഡ് വീഡിയോയിൽ ഏകദേശം എനിക്കൊരു ആവറേജ് പ്രൈസും കാര്യങ്ങളൊക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതിൽ ഞാൻ കറക്റ്റായിട്ടുള്ള ഒരു കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, EMI സ്കീമും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ നമ്മുടെ ഫോഴ്സ് അർബാനിയ ഇപ്പം ഞാൻ ഇന്ന് വില പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഗ്രേ കളർ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഫോഴ്സ് അർബാനിയയിലെ ഗ്രേ കളർ വാഹനങ്ങളാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിലയാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 32,75,000 രൂപയാണ്. എന്ന് പറയുമ്പോൾ ഏകദേശം 33 ലക്ഷം രൂപ അടുപ്പിച്ച് വാഹനത്തിന് വില വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിനൊരു വെയിറ്റിംഗ് പീരീഡായിട്ട് ഇപ്പോൾ കമ്പനി പറയുന്നത്, നിങ്ങളൊരു ഗ്രേ കളർ വാഹനമാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഒരു 18 മുതൽ 20 ദിവസത്തിനകത്ത് വരെ നിങ്ങൾക്ക് വാഹനം ഡെലിവറി എടുക്കാൻ പറ്റും. എന്നാൽ ഒരു വൈറ്റ് കളറാണ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ഏകദേശം ചിലപ്പോൾ ഒരു 1 മന്ത് വരെയൊക്കെ വെയിറ്റിംഗ് പീരീഡ് അവർ പറയുന്നുണ്ട്. കാര്യം നിലവിൽ വൈറ്റ് കളറാണ് ഇപ്പം ഷോർട്ടേജ് കുറവ്, പക്ഷേ ഗ്രേ കളർ അത്യാവശ്യം കിട്ടുന്നുണ്ട്. മുൻപ് നേരെ തിരിച്ചായിരുന്നു. അതിൻ്റെ മെയിൻ കാര്യം, മുൻപ് വൈറ്റ് കളർ വരുമ്പോൾ അതിൻ്റെ ബ്ലാക്ക്, നമ്മളെ ബമ്പറെല്ലാം ബ്ലാക്കും, അങ്ങനെ ഒരു വല്ലാത്തൊരു ടൈപ്പ് വൈറ്റ് ആയിരുന്നു. ആർക്കും വലുതായിട്ടൊരു ക്യാച്ചബിൾ ആയിരുന്നില്ല. ആ സമയത്ത് ഗ്രേ വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇന്ന് വൈറ്റ് കളർ എടുത്തിട്ട് പലരും അത് റീപെയിൻറ്റ് ചെയ്യുന്നുണ്ട്, ഫുൾ വൈറ്റൊക്കെ അടിച്ചിറക്കുന്നുണ്ട്. സോ അപ്പോൾ എനിക്കൊന്ന് ഗ്രേ കളർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം ഇപ്പോൾ അതിന് ഗ്ലാമർ കൂടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ അവർ പറയുന്നത് 32,75,000 രൂപയാണ് ഗ്രേ കളർ വാഹനത്തിൻ്റെ വില വരുന്നത്. അതുപോലെ തന്നെ 18 മുതൽ 20 ദിവസത്തിനകത്ത് വരെ നിങ്ങൾക്ക് വണ്ടി എടുക്കാം. സോ ഇനി ഫിനാൻസിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ നിലവിൽ നമ്മുടെ ഫോഴ്സ് കമ്പനിക്കാരും 95% ആണ് നമ്മുടെ ഈ ഒരു വാഹനത്തിന് ഫിനാൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫിനാൻസ് സ്കീമിൽ അന്വേഷിച്ചപ്പോൾ ഇപ്പം നമ്മൾ ടോട്ടൽ ഒരു 95% ഒന്നും പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 5-5.5 ലക്ഷം രൂപയുണ്ട് എങ്കിൽ, അതായത് ടോട്ടൽ ഇപ്പോൾ ഒരു 32,75,000 രൂപയിൽ ഒരു 27 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഫിനാൻസ് വേണം. ബാക്കിയുള്ളത് നിങ്ങൾ കയ്യിൽ നിന്നിടുകയാണെങ്കിൽ മിനിമം ഒരു 27 ലക്ഷം രൂപ വരെ ഫിനാൻസ് അവൈലബിൾ ആണ്. ഈ 27 ലക്ഷം രൂപയ്ക്ക് ഫിനാൻസ് വരികയാണെങ്കിൽ ഏകദേശം 7 വർഷത്തേക്ക് 43,500 രൂപയ്ക്ക് പുറത്താണ് ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് വരുന്നത്. 7 വർഷത്തേക്ക് നമ്മുടെ ഈ അർബാനിക്ക് 7 വർഷം വരെയാണ് നമ്മുടെ ഇപ്പോൾ ഫിനാൻസിൻ്റെ ഒരു ഇയർ ബാക്ക് കൊടുക്കുന്നത്. സോ 7 വർഷത്തേക്ക് 43,500 രൂപയും, എന്നാൽ അതേ സ്ഥാനത്ത് ഇപ്പോൾ 5 വർഷത്തേക്കാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം 59,000 മുതലാണ് ഏകദേശം 58-59,000 റേഞ്ചിൽ വരെ നിങ്ങൾക്ക് ഫിനാൻസ് വരുന്നതാണ്. 7 വർഷത്തെയും 5 വർഷത്തെയാണ് പറയുന്നത്. ഇപ്പോൾ 7 വർഷം പറഞ്ഞപ്പോൾ 43,000 സംതിങ്ങേ ഉള്ളൂ. പക്ഷേ കണക്ക് കൂട്ടുമ്പോൾ അറിയാം ഇത്തിരി കൂടി ഇൻട്രസ്റ്റ് കൂടും. എന്നാൽ അതേപോലെ 5 വർഷത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കുറയും, എന്നാൽ മാസമുള്ള അടവ് കൂടും. സോ അത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ക്യാപ്പബിൾ ആയിട്ടുള്ളത് ആ ഒരു ഫിനാൻസ് സ്കീമിന് സെലക്ട് ചെയ്യുക. ഇനി അടുത്ത ചോദ്യം വരുന്നത് മൈലേജ് എത്രയുണ്ടെന്ന്. ഇപ്പോൾ കമ്പനി ആവറേജ് പറയുന്ന മൈലേജ് പറഞ്ഞാൽ 11 കിലോമീറ്ററാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. പക്ഷേ അത്രയും ഒന്നും കിട്ടുന്നില്ല. നമ്മുടെ ടെമ്പോ ട്രാവലർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനത്തിന് അത്യാവശ്യം അങ്ങനെയൊന്നും മൈലേജ് വരുന്നില്ല. ഇനി ഇതിനൊരു ആവറേജ് മൈലേജ് ഇപ്പോൾ എൻ്റെ കാൽക്കുലേഷനിൽ പറയുകയാണെങ്കിൽ, നമ്മൾ സിറ്റിയിൽ ഓടുന്ന സമയത്ത് ഒരു 6 മുതൽ 8, ഒരു 6 to 8 സിറ്റിയിൽ മൈലേജ് കിട്ടുന്നത്. എന്നാൽ നമ്മൾ ഔട്ട്ഡോറൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഹൈവേയിലൊക്കെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഓടുമ്പോൾ ഏകദേശം 9-10 വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ഡിപ്പെൻഡബിൾ ആണെന്ന് പറയുമ്പോൾ, അതിൽ ഇപ്പോൾ വാഹനത്തിൽ ഇരിക്കുന്ന ആളുകളുടെ എണ്ണം, അതുപോലെ തന്നെ വാഹനത്തിനുള്ളിലുള്ള വെയിറ്റ്, പിന്നെ റോഡിൻ്റെ കണ്ടീഷൻ, ഇതെല്ലാം മാറും. എന്നിരുന്നാലും ഒരു ആവറേജ് നിങ്ങളിപ്പോൾ മൈലേജ് കൂട്ടുകയാണെങ്കിൽ ഒരു 7 വെച്ച്, ഒരു 6.75-7 കിലോമീറ്ററൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇനി സർവീസ് കോസ്റ്റിലേക്ക് വരുമ്പോൾ, സർവീസ് കോസ്റ്റ് ടെമ്പോ ട്രാവലർ കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനത്തിന് കുറച്ച് സർവീസ് കോസ്റ്റ് കൂടുതലാണ്. ഇനി അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുമ്പോൾ, ഫുള്ളി സെൻസേർഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഇപ്പോൾ അതുമാത്രമല്ല, വിത്ത് മെർസിഡീസ് ബെൻസിൻ്റെ ഒരു സപ്പോർട്ടുള്ള എഞ്ചിനാണ് ഈ വാഹനം. മെർസിഡീസ് ബെൻസിൻ്റെ
FM 2.6R എന്ന് പറയുന്ന എഞ്ചിനാണ് ഈ വാഹനത്തിലേക്ക് വരുന്നത്. അതിപ്പോൾ ഈ വാഹനം മാത്രമല്ല, ഇപ്പോൾ ഫോഴ്സിൻ്റെ ഒട്ടുമിക്ക വാഹനങ്ങളിലും മെർസിഡീസ് ബെൻസിൻ്റെ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ട്രാവലർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനത്തിൻ്റെ സർവീസ് പല സർവീസ് സെൻറ്ററിലും പോരായ്മ ഉള്ള ഒരു കാര്യമാണ്. സർവീസ് പലയിടത്തും പോയിട്ട് അടിവെച്ചൊക്കെയാണ് അനുഭവങ്ങളുള്ളതുകൊണ്ട് പറയാം. പലയിടത്തും പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് വിളിച്ച് പറയുമ്പോൾ പോലും അവർക്ക് എന്താണ് ആ കംപ്ലയിൻ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കംപ്ലയിൻറ്റുകളാണ് ഇപ്പോൾ ഈ വാഹനത്തിൽ വരുന്നത്. അപ്പോൾ വാഹനത്തിൻ്റേതായിരിക്കത്തില്ല, പക്ഷേ സാധാരണ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടൊയോട്ട ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ടൊയോട്ടയുടെ ഷോറൂമിലൊക്കെ നമ്മളൊരു വാഹനം സർവീസിന് കൊണ്ടുപോകുമ്പോൾ നമ്മൾ പറയുന്ന കംപ്ലയിൻറ്റിന് പുറമെ അവരല്ലാത്ത കംപ്ലയിൻറ്റും എല്ലാം കൂടെ ചെക്ക് ചെയ്ത് വണ്ടി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കൈ തരാൻ ശ്രമിക്കുകയുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നേരെ തിരിച്ചാണ്. നമ്മൾ പറയുന്നൊരു കംപ്ലയിൻറ്റ് പോലും അവർക്ക് മനസ്സിലാവുന്നുമില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വിളിച്ച് ചോദിച്ചാലും പെട്ടെന്ന് അവർക്കൊരു ഐഡിയ കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് ഈ കംപ്ലയിൻറ്റ് വരുന്നത്. സോ ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഒരു 80% അല്ലെങ്കിൽ 80% വരെ നമ്മുടെ ഈ ഒരു സർവീസ് സെൻറ്റർ ഓക്കെ ആയിട്ടുള്ളൂ. ബാക്കി ഇത്തിരി പോരായ്മ കൂടുതലാണ്. ഇനി സർവീസ് കോസ്റ്റിലേക്ക് വരുമ്പോൾ ഓരോ സർവീസിന് ഏകദേശം ഒരു 2000 ടു 3000, 3500 വരെയൊക്കെ പോകുന്നുണ്ട്. ചിലപ്പോൾ അതായത് ഏകദേശം ഇപ്പം ഞാൻ ഇതിൽ ഓയിൽ മാറുന്നത് 10,000 കിലോമീറ്ററാണ് ഓരോ പീരിയോഡിക് സർവീസിന് കൊണ്ട് ഈ വാഹനം കൊണ്ട് കയറ്റുന്നത്. സോ മിനിമം ഒരു 1000 ടു ഒരു 4500, 5 മിനിമം ഒരു 5000 രൂപ നിങ്ങൾ കരുതി വെച്ചോ. ഒരു 5000 രൂപയ്ക്കകത്ത് 5000 ഒന്നും പോകത്തില്ല, എന്നാലും ഒരു അപ്രോക്സിമേറ്റ് ഒരു 2000 ടു 5000 ഇടയിൽ എന്തായാലും ഇതിൻ്റെ സർവീസ് കോസ്റ്റ് പീരിയോഡിക് സർവീസ് നിൽക്കും. പക്ഷേ ഇതല്ല, കുറച്ച് സെൻസറിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അത്യാവശ്യം നല്ലപോലെ പൈസ ഇറങ്ങുന്ന ഒരു വാഹനമാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കാര്യം ഇതിന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പഴയ വാഹനങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഫുള്ളി സെൻസറാണ്. ആക്സിലേറ്ററിൽ വരെ സെൻസറാണ് വരുന്നത്. സോ പിക്കപ്പ് സെൻസറൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നൊരു 10,000-9,000 മുകളിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ആ സെൻസറിനൊക്കെ മാത്രം. മിനിമം അത്രയൊക്കെ വരുന്നുണ്ട്. സോ സെൻസറുകൾക്ക് അത്യാവശ്യം നല്ലപോലെ വിലയുണ്ട്. സോ അതൊന്നും നിങ്ങൾ മൈൻഡിൽ വയ്ക്കുക. ഇനി ഇൻഷുറൻസ് വരികയാണെങ്കിൽ ഏകദേശം ഒരു വർഷത്തേക്ക് 40,000 തൊട്ട് 50,000 ഇടയിൽ വരെയാണ് ഇതിൻ്റെ പ്രീമിയം വരുന്നത്. ഇനി ആ പ്രീമിയം ഓരോ ഒരു എന്താ പറയുക, നമ്മുടെ ഓരോ വാഹന ഇൻഷുറൻസ് കമ്പനിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരും. നമ്മളിപ്പോൾ ബമ്പർ ടു ബമ്പറാണ് ഈ ടാക്സി വാഹനങ്ങൾ കൂടുതൽ എടുക്കുന്നത്. സോ ബമ്പർ ടു ബമ്പർ ആകുമ്പോൾ ഏകദേശം 40,000-നും 50,000 ഇടയിൽ വരെയൊക്കെ പ്രീമിയം വരാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, അതിൽ വരുന്നത് ബമ്പർ ടു ബമ്പർ മാത്രമല്ല, അതും അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ IDV എമൗണ്ടാണ്. IDV എമൗണ്ടിനനുസരിച്ചാണ് നമ്മുടെ IDV എമൗണ്ടിനനുസരിച്ചാണ് നമ്മുടെ ഇൻഷുറൻസിൻ്റെ ഒരു കാൽക്കുലേഷൻ മാറുന്നത്. സോ ഏകദേശം ഇത്രത്തോളം ഒരു ഇൻഷുറൻസിനും വണ്ടിക്ക് വില വരുന്നുണ്ട്. ഇനി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി വേറെ ആയിട്ട് ഇനി മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഞാൻ അതേ പറയും. മെയിൻ്റെനൻസ് ട്രാവലർ വെച്ച് ഒരിക്കലും ഈ വാഹനത്തിനെ കമ്പയർ ചെയ്ത് ഈ വാഹനത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻ്റെനൻസ് വരുന്നുണ്ട്. പിന്നെ ട്രാവലർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടിയുടെ ഗുണവും ദോഷങ്ങളും എല്ലാം ഞാൻ പഴയ ഒരു വീഡിയോയിൽ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയൊക്കെയാണ് എനിക്ക് നിലവിൽ ഈ വാഹനത്തെ പറ്റി പറയാനുള്ളത്. പിന്നെ ക്ഷേമനിധിയുടെ കാര്യം ഒരാൾ ചോദിച്ചു. ക്ഷേമനിധി ഇപ്പോൾ ഈ വാഹനം ഒരു 4 വീലർ ഒരു LMB കാറ്റഗറിയിൽ വരുന്ന വാഹനമായതുകൊണ്ട് ഒരാളുടെ പേരിൽ ക്ഷേമനിധി എടുക്കാനുള്ളൂ. ഒരു ഡ്രൈവറിൻ്റെ പേരിൽ ക്ഷേമനിധി എടുക്കാനുള്ള. സോ ക്ഷേമനിധി എനിക്കൊന്നും വലിയ എമൗണ്ട് ഒന്നും വരുന്നില്ല. എനിക്ക് അപ്രോക്സിമേറ്റ് വലിയൊരു 1000-2000 രൂപയ്ക്കകത്തേ ക്ഷേമനിധി വരുന്നുള്ളൂ. പിന്നെ ഓരോ തവണ ടാക്സ് അടയ്ക്കും തോറും 3 മാസം കൂടുതൽ ടാക്സ് അടയ്ക്കുമ്പോൾ ക്ഷേമനിധി അടച്ചു പോകേണ്ടി വരും. LMB കാറ്റഗറി ആയതുകൊണ്ട് ഒരു ഡ്രൈവറിന് മാത്രം ക്ഷേമനിധി എടുത്താൽ മതി. പക്ഷേ ഇതൊരു 6 വീലോ ഒരു 20 സീറ്റിന് മുകളിലോട്ടുള്ള ഒരു വാഹനമായിരുന്നു എങ്കിൽ ഈ വാഹനത്തിന് ഏകദേശം ഒരു ഡ്രൈവർ ഒരു ക്ലീനറിൻ്റെ ക്ഷേമനിധി എടുക്കണമായിരുന്നു. സോ അതിപ്പോൾ ഏറ്റവും എളുപ്പമെന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഓണറാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേരിൽ തന്നെ ക്ഷേമനിധി എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബസ് വല്ലതും ഉണ്ട് എങ്കിൽ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ വൈഫിൻ്റെ പേരിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ക്ഷേമനിധി നിങ്ങളുടെ ഒരു സേവിങ്സ് ആയിട്ട് തന്നെ കിടക്കുന്നതാണ്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളായിട്ടുള്ള എല്ലാ കമൻറ്റും നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.